ഫോറാണ് മൈലേജ് ഉണ്ടാവും അത്യാവശ്യം അല്ലേ? മൈലേജ് അടുത്തത് മൈലേജിന്റെ രാജാവാണ് ഡീസൽ അമേസ് ആണ്. ടൈറ്റാനിയം. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ മാറ്റം വരിക? ഡിഫോർ ലൈനങ്ങാനെ മാറ്റമുള്ളതെന്ന് തോന്നുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്രോസ്കാസ്റ്റിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. സ്വാഗതം. നമസ്കാരം. ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ മമ്മിയൂരിൻ്റെ അടുത്ത് ലിറ്റിൽ ഫ്ലവർ കോളേജ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ, രാജ ഇന്ത്യൻ ഓയിൽ പമ്പ് അതിൻ്റെ സൈഡിൽ കുന്നംകുളം റോഡിലാണ് മമ്മിയൂർ ലൊക്കേഷൻ. എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും ഇന്ന് കാണുന്നുണ്ട് സ്റ്റോക്കിൽ. സെഡാൻ കാറ്റഗറി, SUV, ഹാഷ് ബാക്ക്, ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട്. ഓക്കെ. പൊതുവെ ഇപ്പോൾ എന്താ കച്ചവടത്തിൻ്റെ അവസ്ഥ? കച്ചവടം വളരെ മോശമാണ്. ഡൗൺ ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എങ്ങനെയാണ് നമുക്ക് പരമാവധി റേറ്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ. ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്. അങ്ങനത്തെ വേറെ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാത്തൊരു ഷോറൂമാണ് ഇതുവരെ. എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ് അല്ലേ? ഇന്നൊരു പ്രീമിയം ഉണ്ടല്ലോ, ഓഡി. അതെ 2012 വണ്ടി. ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഇട്ടു പോലെ. ആദ്യ വാഹനം ഹ്യുണ്ടയുടെ അൽക്കസറാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. ഒരു ബ്ലാക്ക് കളർ വാഹനം. ഇത് 6 സീറ്റർ ആണോ 7 സീറ്റർ ആണോ? 6 സീറ്റർ ആണ്. 6 രണ്ടും വരുന്നുണ്ടാവുന്ന ചോദിച്ചത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ. 2021 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. ഏറ്റവും ടോപ്പല്ല? ഏറ്റവും പ്ലാറ്റിനം. ടോപ്പിൻ്റെ താഴെ 26 ലക്ഷം രൂപ വണ്ടി. 26 ലക്ഷം ഇറങ്ങുമ്പോൾ വരുന്ന വണ്ടി അല്ലേ? ഓക്കെ. 8 ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് വരും. 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ ചെറിയ സീറ്റ് വെന്റിലേഷൻ്റെ വ്യത്യാസം മാത്രമേ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫ്രണ്ട് നല്ല അടിപൊളി ടയർസാണ്. പുറകിലൊരു 70% ഉണ്ട്. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ സർവീസും ഉണ്ട്. ഫുൾ സർവീസിലാണ് എല്ലാം ഉണ്ട്. ഓക്കെ. ഇതിൽ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? ഡീസൽ മൈലേജ് ഏകദേശം ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വണ്ടി. ഇതേ വേറെ സെയിം വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അതിൽ ലോക്കലിൽ നമുക്കൊരു 17 കിട്ടും. 16-17 ഓട്ടോമാറ്റിക്. ലോങ്ങിൽ ഏകദേശം 20 കിട്ടുന്നുണ്ട്. അത് ശരി. ഓക്കെ. ഓട്ടോമാറ്റിക് തന്നെ ഇത്രയും മൈലേജ് കിട്ടുന്ന ഒരു 6 സീറ്റർ വാഹനമാണ്. എത്ര ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് 16,900 കൊടുക്കാം. ഫൈനൽ റേറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രെറ്റക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഏകദേശം ഈ റേറ്റ് കൊടുക്കണം. 16,900 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 6 സീറ്റർ വാഹനമാണ്. ഏകദേശം ഒരു 16 ലക്ഷം രൂപ ലോണ് കിട്ടും. അപ്പോൾ 90,000 1 ലാഖിൻ്റെ അകത്ത് കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു 6 സീറ്റർ വാഹനം. ഡീസൽ ഓട്ടോമാറ്റിക്, നല്ല മൈലേജും പെർഫോമൻസും എല്ലാം ഉള്ളൊരു വണ്ടി. ഓക്കെ. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് സണ്ണി. നല്ലൊരു സെഡാൻ കാറാണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ അല്ലേ? അതെ. കേരള വണ്ടിയാണല്ലോ? കേരള വണ്ടി. 2017 ഓട്ടോമാറ്റിക് CVT ന്യൂ ഷേപ്പ് വണ്ടി. ആകെ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് സർവീസിലുണ്ട്. പരിപാടിക്കെല്ലാം പോയിട്ടുണ്ട്. സർവീസിലുണ്ട്. ടോപ്പ് കിലോമീറ്റർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം. 8 ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. അല്ല, CVT ആണ് വരുന്നത്. ഓക്കെ. ക്ലെയിം ഒന്നുമില്ല. ക്ലീൻ ഉണ്ട്. ഒന്നുമില്ല. ഇന്ത്യൻ രജിസ്ട്രേഷൻ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം നീറ്റ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പിൻ്റെ ഇത് ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. XP പ്രീമിയം അല്ല? അതെ. അടിപൊളി ടയേഴ്സാണ്. എന്തായാലും അതിലേക്കൊന്നും ചെയ്യാനില്ല ഇപ്പോൾ. വണ്ടി ഒന്നും ചെയ്യാല്ല, കൊണ്ടുപോയി ഒന്നും ചെയ്യാല്ല. വണ്ടി പുഷ് ബട്ടണും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. 48 ഓടിയുള്ളൂ. 2 എയർ ബാഗും എല്ലാം ഉള്ള. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞൊരു വാഹനമാണ്. പിന്നെ CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജ് ഇപ്പോൾ ആവറേജ് അതിൽ കാണിക്കുന്നത് 12 കാണിക്കുന്നുണ്ട്. ആവറേജ് ലോങ്ങിലൊക്കെ ഏകദേശം 15-ന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടാവും. നമുക്കൊരു 10 to 14 വരെ ലോങ് ഒക്കെ പോകുമ്പോൾ. പക്ഷെ നല്ല കംഫർട്ടാണ് വണ്ടി. യാത്രാസുഖം എല്ലാം ഉണ്ട്. അതെ. ഓക്കെ. എത്ര ഇപ്പോൾ? നമുക്കൊരു 5,40,000 കൊടുക്കാം. 5,40,000 രൂപയ്ക്ക് 2017 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സണ്ണി കൊണ്ടുപോകാം. പെട്രോൾ വണ്ടി. ഏകദേശം 12 ലക്ഷത്തിൻ്റെ അടുത്ത് വിലയുള്ള വണ്ടിയാണ്. അതെ. അന്ന് ഇറങ്ങുമ്പോൾ അത്രയും വില വന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ 5,40,000 ഇത്രയും കിട്ടുള്ള ഒരു വണ്ടി. ഏകദേശം 5 ലക്ഷം നമുക്ക് ലോണും കൊടുക്കാം. 40,000 കണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ. അത്യാവശ്യം അടിപൊളി ഒരു Audi A4 ആണ് അടുത്തത്. KL 7 ഒറിജിനൽ കേരള വണ്ടി. എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഒറിജിനൽ കേരളയാണ്, റിയായതല്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2012 മോഡല്. Audi X-Line അല്ല? തൊട്ട് താഴെ ഓട്ടോമാറ്റിക്. അന്ന് ഇറങ്ങിയ ടോപ്പിൻ്റെ വണ്ടി. S-Line ടോപ്പിനും. ഓക്കെ. മറ്റേ ലക്ഷറി BM ഇല്ല അല്ലേ? ഓക്കെ. ഏറ്റവും ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഡീസലാണ് വരിക. ഒരു A3 A4 ഒരു എൻട്രി ലെവൽ സെഡാൻ കാസ് എന്നൊക്കെ പറയാം അല്ലേ? ഇത് A4 ആണ്. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം അല്ലേ? മൈലേജ് ഒരു 15-16 ഉണ്ടാവും. 15-16 മൈലേജ് കിട്ടും. ഓക്കെ.
ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ 1.20 ഓട്ടം, തേർഡ് ഓണർഷിപ്പ്. തേർഡായി. ഓക്കെ. കേരള വണ്ടി എത്ര കൊടുക്കുന്നത്? നമുക്കൊരു 9.40 കൊടുക്കുക ലാസ്റ്റ്. 2012 അല്ലേ? തേർഡ് ഓണർഷിപ്പ്, കേരള ഓഡി F4 9.40 ഒറിജിനൽ കേരളയാണ്. മറ്റേതാകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ടാക്സും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. ഏകദേശം റേറ്റും വരും, ഈ റേറ്റ് വരും. ഇത് കേരള വണ്ടി ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെ. അത്രേ ഉള്ളൂ. കമ്പനി സർവീസ് ഒക്കെ ഉണ്ടോ? കമ്പനി സർവീസ് എന്നാണ് പറഞ്ഞ പാർട്ടി. ഏകദേശം ഒരു 1 വരെ സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 1 വരെ ഉണ്ടല്ലോ. ഓക്കെ. ഇനി കൊണ്ടുപോയി വേണമെങ്കിൽ ഷോറൂമിലൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. ഓക്കെ. പിന്നെ വലിയ വണ്ടിയല്ല, പ്രീമിയം അല്ലേ? അതെ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. ഫോർഡ് എക്കോസ്പോർട്ട് KL8 തൃശ്ശൂർ വണ്ടിയാണ്. എങ്ങനെയാണ് ഇത്? 2016 പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവലാണ്. ഏത് ഓപ്ഷൻ? ടൈറ്റാനിയം. ഓക്കെ. ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഇതിൻ്റെ മേലെ പ്ലസ് വരും. അതിലേക്ക് പോകുമ്പോൾ എയർ ബാഗ്സിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. അതെ. ഓക്കെ. ബാക്കി ഓൾമോസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളി ടയേഴ്സുമാണ് അല്ലേ? എന്നാലും അതെ. ഓട്ടം എത്രയാണ് പറഞ്ഞത്? ഓട്ടം 43,000 ഓടിയിട്ടുള്ളൂ വണ്ടി. 43,000 ലോ കിലോമീറ്ററാണ്. 2016 ടൈറ്റാനിയം പെട്രോള് മാനുവൽ. അതെ. ഓക്കെ. കുറവാണ്, ഓട്ടം നല്ല കുറവാണ്. പിന്നെ മൈലേജും അത്യാവശ്യം ഉണ്ടാവും. ഒരു 15-അകത്തൊക്കെ ആയിട്ട് കിട്ടും. 15 വരെയൊക്കെ. ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്തതുകൊണ്ട്. ഓണർഷിപ്പ് തേർഡായിട്ടുണ്ട്. തേർഡ് ഓണറായി. ഓക്കെ. എത്ര ഇപ്പോൾ? നമുക്കൊരു 5.30 കൊടുക്കാം. 2016 അല്ലേ? 5,30,000 ഫൈനലാ? ഏകദേശം ഒരു 4 ലക്ഷം രൂപ ലോണും കിട്ടും. ഓക്കെ. 5.30 2016 ടൈറ്റാനിയം പെട്രോൾ മാനുവൽ എക്കോസ്പോർട്ട്. ഓട്ടോ വളരെ കുറവാണ്. അതെ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. അത്രയും നീറ്റായിട്ട് കൊണ്ടുവരുന്ന അടിപൊളി ഒരു വണ്ടിയാണ് അല്ലേ? അതെ. അടുത്ത വണ്ടിയിലോട്ട് പോകും. ഹോണ്ട അമേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലാസ്റ്റ് ഇറങ്ങിയതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. KL75 രജിസ്ട്രേഷൻ അല്ലേ? ഇത് 2021 മോഡൽ, പെട്രോൾ മാനുവൽ. ഓക്കെ. S വേരിയന്റ്. മിഡിലാണ്. മിഡിൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ മാറ്റം വരിക? ഡിഫോഗർ ലൈനങ്ങാനെ മാറ്റമുള്ളതെന്ന് തോന്നുന്നു. അതെ. അലോയ്സ് വരില്ല. അലോയ്സ് ഡിഫോഗർ പുഷ്പട്ടം വരില്ല അല്ലെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. അത്രയും മാറ്റങ്ങളുണ്ട്. ബാക്കി മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ് എല്ലാം വരും. അതെ. ഓക്കെ. ആകെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. 2021 22,000 ലോ കിലോമീറ്ററാണ്. വലിയ മെയിൻ്റനൻസ് ഒന്നും പേടിക്കണ്ട. പുറത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് സർവീസ് ചെയ്ത് നമ്മൾ മാരുതി വണ്ടിയെല്ലാം കൊണ്ടു നടക്കും പോലെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പാക്ട് സെഡാൻ കാറ്റഗറി വാഹനമാണ് അമേസ് എന്ന് പറയുന്നത്. നമുക്ക് തടിക്ക് പിടിക്കില്ല, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ജസ്റ്റ് ഓടണം, കുറേ കാലം ഓടേണ്ട വെച്ചാൽ സസ്പെൻഷനൊക്കെ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു മിനിമം ഓട്ടം ഡെയിലി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. എത്ര ഇപ്പോൾ? നമുക്ക് ലാസ്റ്റ് ഒരു 6.40 കൊടുക്കാം. 6.40 അല്ലേ? 22,000 കിലോമീറ്റർ ഓടിയ S ഓപ്ഷൻ പെട്രോൾ മാനുവൽ അമേസ്. 6 ലക്ഷം വരെ നമുക്ക് ലോണും 40,000 കണ്ട് ഇറക്കാം അല്ലേ? ഓക്കെ. അടുത്ത മൈലേജിൻ്റെ രാജാവാണ്. ഡീസൽ അമേസ് ആണ്. നേരത്തെ പെട്രോൾ കണ്ടു. അതിൻ്റെ തൊട്ട് മുന്നേ വന്ന ഷേപ്പാണിത്. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഹുസൈൻ അതിൻ്റെ കാര്യങ്ങൾ? ഇത് 2020 ഡീസൽ മാനുവൽ തന്നെയാണ് അല്ലേ? ഏത് ഓപ്ഷൻ? ഓപ്ഷൻ V ഓപ്ഷൻ വരണം. V ആണ്. അലോയിൽ ബട്ടൺ സ്റ്റാർട്ട് എന്ന വണ്ടി എല്ലാം വരുന്നുണ്ട്. ഡിഫോഗർ എല്ലാം വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ മാറ്റം വരുന്നത്? കാര്യമായിട്ട് ടച്ച് സ്ക്രീനോ കാര്യം? അതെ, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. VXNDൻ്റെ മുകളിൽ അതാ ചോദിച്ചത്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. 4 ടയർ പുതിയ ടയറാണ്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓട്ടോ എത്ര? 64,000 കിലോമീറ്റർ. 64,000. 2020 ഡീസലാണ്. 20ന്റെ മേലെ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. അതെ, 20ന്റെ മേലെ മൈലേജ് ഉണ്ട്. മറ്റേ ഇതിപ്പോ ഷോറൂമിൽ പോയ വണ്ടി കിട്ടില്ല. ഡീസൽ ഇപ്പൊ ഇറങ്ങുന്നില്ല. മൊത്തം മാറി. ഓക്കെ. അപ്പോൾ ഒരു ഡീസൽ വണ്ടി തപ്പി നടക്കുന്നുണ്ട്. വലിയ മെയിൻ്റനൻസും ഇല്ല. സാധാരണ രീതി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു 8,30,000 രൂപ കൊടുക്കാം. 8.30 അല്ലേ? ഏകദേശം 7 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ. ലാസ്റ്റ് റേറ്റാ പറഞ്ഞല്ലോ കേട്ടോ. 8.30 ഡീസൽ മാനുവലാണ്. V ഓപ്ഷൻ 2020 64,000 കിലോമീറ്റർ ഓടിയ അമേസ് ആണ്. ഓക്കെ. താല്പര്യമുണ്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട് പോകും. കിയ സോണറ്റ് ആണ് അടുത്ത വാഹനം. ഒരു കോമ്പാക്ട് SUV ആണ്. KL52 എവിടെ? പട്ടാമ്പി സ്റ്റേഷൻ. പട്ടാമ്പി പാലക്കാടിയിൽ അല്ലേ? എങ്ങനെ കാര്യങ്ങൾ? ഇത് 2022 വണ്ടി, 11ാം മാസം വണ്ടി. 42,000 കിലോമീറ്റർ ഓട്ടം, കമ്പനി സർവീസ്. 40ന്റെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ഓക്കെ. 2000 ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഏത് ഓപ്ഷൻ ഇത്? ഇത് ബേസ് മോഡലാണ് വരുന്നത്. ബേസ് ആണല്ലേ? ബേസ് മോഡല് ടച്ച് സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. വേറെ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാ ഇത്? നമുക്ക് ലാസ്റ്റ് 8.90 കൊടുക്കാം. 2022 42,000 കിലോമീറ്റർ ഓടി 40 സർവീസ് കഴിഞ്ഞ കിയ സോണറ്റ് ആണ്. ലോൺ എത്ര കയറും?
ലോൺ ഏകദേശം ഒരു 8 ലക്ഷം കിട്ടും. 8 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി ഡീസലാണ്, 20ന്റെ മേലെ മൈലേജ് ഉണ്ടാവും. ഡീസലാണല്ലേ? അടുത്ത് പറയണ്ടേ, ഞാൻ പെട്രോൾ ഡീസലാണ്. ഓക്കെ, ഡീസലാണ്. 20 ആകുമ്പോൾ മൈലേജും കിട്ടും. ഡീസൽ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് തന്നെ മാറും, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ 2022 ലാസ്റ്റ് വാഹനമാണ്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി ഉണ്ട് അല്ലേ? ഇപ്പം നിലവിൽ വാറണ്ടി ഉണ്ട്. അപ്പോൾ ഡീസൽ മാനുവൽ 2022 കിയ സോണറ്റ് 840 അല്ലേ? അതെ. 840 അല്ല, 890. സോറി, 890. സോറി, ഞാൻ 9.5 കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് റേറ്റിൽ 890 കൊടുക്കാം. അടുത്ത സെലേറിയോ KL 29 വണ്ടിയാണ്. കായംകുളം. എവിടെയാണ്? 29 അറിയില്ല. സോറി, അറിയുന്നവർ കമന്റ് ചെയ്യാം. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2015-16 ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് സെലേറിയോ VXI 15 മോഡലും 16 രജിസ്ട്രേഷനും 2031 വരെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ. അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 15,000 രൂപയുടെ ടച്ച് സ്ക്രീനാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് വീട്ടിലത്തെ വണ്ടിയാണ്, വൈഫ് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ വേറെ വണ്ടി ഉണ്ട് വീട്ടിൽ. അപ്പോൾ നല്ല 10-30,000 രൂപ ഇപ്പം ഇറങ്ങിയിട്ടുള്ള വണ്ടി. എന്ന് വെച്ചാൽ 2 ടയർ പുതിയ പൊട്ട്, സീറ്റ് കവർ, ടച്ച് സ്ക്രീന്, അങ്ങനെ ഒരു ഇതുള്ള വർക്കൊക്കെ ആയിട്ട് 30,000 രൂപ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വേണമെങ്കിൽ ബില്ല് കളിച്ചു കൊടുക്കാം. ഓക്കെ. എന്തായാലും നല്ല നീറ്റാക്കി വെച്ച വണ്ടിയാണ്. അതുപോലെ തന്നെ കൊണ്ടുനടന്നിട്ടുണ്ടാവില്ല. അതെ. ഓട്ടോ എത്രയാ? 77 കിലോമീറ്റർ. 15 മോഡൽ 16 രജിസ്ട്രേഷൻ VXI ഓട്ടോമാറ്റിക് സെലറിയോ എത്ര കൊടുക്കാം? 360 കൊടുക്കാം. 360 അല്ലേ? ഓക്കെ. 3 ലക്ഷം രൂപ ഏകദേശം ലോൺ കിട്ടും. ഓക്കെ. 10-60,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. ലോൺ ചിലപ്പോൾ പറഞ്ഞ വാഹനങ്ങൾക്ക് അതിനേക്കാൾ മേലെയും കിട്ടും. നിങ്ങളുടെ ട്രാക്ക് പ്രൊഫൈൽ അനുസരിച്ച് ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചിട്ടേ കിട്ടും. അതും നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ച് അത്രയേ ഉള്ളൂ. ഓക്കെ. വേറെ പണിയൊന്നുമില്ല? വേറെ വർക്കൊന്നുമില്ല. 360 ഒരു ഓട്ടോമാറ്റിക് സെലറി. അടുത്ത വാഹനം i10 ഗ്രാൻഡ് ആണ്. KL 67 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. എങ്ങനെയാണ് ഇത്? 2019 മോഡല്. ഇത് ഓടിയുള്ളത് 49,000 കിലോമീറ്റർ ഓട്ടോ. സിംഗിൾ ഓണർഷിപ്പ് 49,000 അല്ലേ? ഓക്കെ. ഏതാ ഓപ്ഷൻ വരുന്നത്? മാഗ്ന. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ്. ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലെയിം ഒന്നുമില്ല. 0 ക്ലെയിം വണ്ടിയാണ്. ഫുൾ സർവീസ് ഉണ്ടോ? സർവീസ് കമ്പനി സർവീസിലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 2019 മാഗ്നയാണ്. 49,000 രൂപ വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 4,20,000 കൊടുക്കാം. 4,000 രൂപ ഫൈനൽ. 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ. 4 lakhs വരെ ലോൺ കിട്ടും. 20,000 രൂപ ഉണ്ടാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 12 മുതൽ 15 റേഞ്ച് വരെ മൈലേജും കിട്ടുന്നൊരു വണ്ടിയാണ്. ഓക്കെ. വാഗണറാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. LXI സിംഗിൾ ഓണർഷിപ്പ്. 2021. ഞാൻ ഓട്ടോമാറ്റിക് ആണോ ചോദിക്കാൻ വരും? അല്ല, മാനുവലാണ്. ഓക്കെ. ഓട്ടം 53,000 കിലോമീറ്റർ ഓട്ടം. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. 21 വണ്ടിയാണ്. 53,000. സിംഗിൾ ഓണർഷിപ്പ് തന്നെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ. എത്രയാ? നമുക്കൊരു 4,60,000 കൊടുക്കാം. 460. 2021 LXI 460 ഈ ഒരു വാഗണർ കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒരു 4 ലക്ഷം വരെ 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം നമുക്ക്. ഓക്കെ. ഒരു വാഗണർ കൂടി ഉണ്ട്, അതിലേക്ക് പോകാം അല്ലേ? അതെ. അടുത്ത വാഗണർ വൈറ്റ് കളറാണ്. KL 75 രജിസ്ട്രേഷൻ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020-21 വണ്ടി. 20 മോഡൽ 21. ഓക്കെ. ഇത് CNG ആണ്. കമ്പനി CNG. ഓക്കെ. കമ്പനി CNG തന്നെയാണ്. മൈലേജ് ഉണ്ടാവും. 1 കിലോ ഒക്കെ കയറ്റിയാൽ അത്യാവശ്യം ഉണ്ടാവും തോന്നുന്നു. അത്യാവശ്യം വെച്ചാൽ ഇതിൽ ആവറേജ് 19 കാണിക്കുന്നുണ്ട്. ഇതിന്റെ പാർട്ടി നമ്മൾ പറഞ്ഞ് 29 വരെ കിട്ടുന്നുണ്ട് പറഞ്ഞു. ആവറേജിൽ 19 കാണിക്കുന്നുണ്ട്. 29 വരെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. CNG പെട്രോൾ രണ്ടും ഉണ്ട്. പെട്രോളും ഉണ്ട്, CNG ഉണ്ട്. കൺവേർട്ട് ചെയ്ത് ഓടിക്കാം. ഏതാണെന്ന് വെച്ചാൽ ഏതാ ഓപ്ഷൻ? ഇത് LXI അല്ല? എത്രയാ? നമുക്ക് ലാസ്റ്റ് ഒരു 460 കൊടുക്കാം. 460. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. CNG ആയതുകൊണ്ടാണ് ആ ഒരു മാറ്റം അല്ലേ? അതെ. ഓക്കെ. CNG നല്ല എൻക്വയറി നമുക്ക്. നല്ല എൻക്വയറി. ഈ ഊബറൊക്കെ ഓടുന്നവരൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. നല്ല മൈലേജിൽ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണ്. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തതാ വീണ്ടും ഒരു സെലറിയോ. വെറും സെലറിയോ അല്ല, ZXi X ആണ്. X എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ കാറ്റഗറിയാണ്. ഈ ഒരു ക്രൗസിംഗ് മിറേഴ്സിലും അതേപോലെ റൂഫ് റെയിലൊക്കെ നല്ല വീതി കൂടി വരും. റൂഫ് റെയിൽ ഇതൊക്കെ വരുന്നൊരു മോഡലാണ്. അലോയ്സ് ഒക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്. ഓട്ടോ എത്രയാണ്? ഓട്ടം 64. 64,000. 18 ആണ് അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. സ്റ്റൈലിഷ് ആണ് കേട്ടോ വണ്ടി. എന്തായാലും നല്ല സ്റ്റൈലിഷ് വണ്ടിയാണ് കാണുമ്പോൾ തന്നെ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 480 കൊടുക്കാം.
480 അല്ലേ? 2000 ഏകദേശം 4 ലക്ഷം രൂപ ലോണും കിട്ടും. ഓക്കെ, 30,000 കണ്ട ഇറക്കാം. 480-ന് 2018 ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ആൻഡ് സ്പെഷ്യൽ എഡിഷൻ എക്സലറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അടിപൊളി വണ്ടി. താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഓട്ടോമാറ്റിക്കിലും അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ല, ഒരു 15-16 കിട്ടും, ഏകദേശം ആ റേഞ്ച് കിട്ടും. അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു അഡാർ ഐറ്റം ഇൻഡിക്ക വെസ്റ്റയാണ്. ഞാൻ പെട്ടെന്ന് ഏതാ വണ്ടി എന്ന് മനസ്സിലായില്ല, ഞാൻ ലോങ് നടന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഏതാ വണ്ടി ഇത്. ടാറ്റയുടെ ഇത് കാണുന്നുണ്ട്, KL16 രജിസ്ട്രേഷനാണ്, ആറ്റിങ്ങൽ രജിസ്ട്രേഷനുള്ള ഒരു വിസ്റ്റ. ഈ ഒരു കളറ് സ്പെഷ്യലായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. സ്കേർട്ടിങ് അഡീഷണൽ ഒരുപാട്, സീറ്റൊക്കെ മൊത്തം മാറ്റി ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക, ഏകദേശം 2 ലക്ഷം രൂപ ഇറക്കിയുള്ള വണ്ടിയാണ്. ഇറക്കിയിട്ടുണ്ട്, കാണാനുണ്ട്. ഇഞ്ചൻ വർക്ക് ഉൾപ്പെടെ 5 ലക്ഷം രൂപ ഇറക്കിയുള്ള വണ്ടിയാണ്. അതേപോലെ സീറ്റ് കവർ, ടച്ച് സ്ക്രീന്, ഇത് ഫുൾ 40,000 രൂപ കൊടുത്തിട്ട് പെയിന്റ് ചെയ്തതാണ്. സ്കട്ടിങ് ഉണ്ട്. ശരി, ഓക്കെ. അങ്ങനെ RC-ലൊക്കെ മാറ്റിയല്ലേ? ഒരു ടയർ എടുക്കുന്നത് യോക്കോമയുടെ ടയറാണ്, ഏറ്റവും വില കൂടിയ ടയർ എടുക്കുന്നത്. 4 ടയർ പുതിയത്, അലോയില് എല്ലാം ഉണ്ട്. ഏതാ മോഡൽ? ഏതായത്? 2012 വെസ്റ്റ് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇതിന്റെ AC-യുടെ കംപ്രസർ മാറിയിട്ട് 13,000 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ മാറിയതാ. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കാനില്ല. ഓക്കെ, വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് ഓടിക്കുക. ഡീസലാണ്, മൈലേജിന്റെ ഒരു നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്. ക്വാർട്ടർ എഞ്ചിനാണ് വരിക. ഒരു 10-20 മുകളിൽ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 2012 കേരള വണ്ടി തന്നെ അല്ലേ? ഓക്കെ. ഓട്ടോ എത്രയായത്? ഓട്ടോ 78. ജെനുവിനാണോ പറയാൻ പറ്റുമോ? എന്നുവെച്ചാൽ ഇഞ്ചൻ വർക്ക് ഫുള്ള് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി ഇഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കണ്ട, കിലോമീറ്റർ 78 അതിൽ കാണിക്കുന്നത് ഉറപ്പിച്ച് പറയുന്നില്ല. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? ഇത് ലാസ്റ്റ് നമുക്ക് 2,20,000 രൂപ കൊടുക്കാം. 2,20,000 അല്ലേ? ഓക്കെ. 2012 ഇൻഡിക്ക വിസ്റ്റ ഇത്രയും മോഡിഫിക്കേഷൻ ചെയ്തൊരു വാഹനം 2,20,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 1.5 ലോൺ കിട്ടും? ലോൺ കിട്ടില്ല. വിസ്റ്റൊക്കെ കിട്ടില്ല? ഓക്കെ, ലോൺ ക്യാൻസല. എന്നാലും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് ചെറുവണ്ടികൾ ഒരുപാടുണ്ട്. 1,60,000 മുതൽ സ്റ്റാർട്ടിങ്, 1 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള വണ്ടികളുണ്ട്. ഞാനും ഉണ്ട്. അതേപോലെ I10 54,000 കിലോമീറ്റർ ഓടിയ I10 ഉണ്ട്, ഒരു 1,65,000 കൊടുക്കുക. ഓക്കെ. അങ്ങനെയുള്ള ഓട്ടോമാറ്റിക് വണ്ടി I10 ഉണ്ട്, 2,40,000 കൊടുക്കുക. അങ്ങനെയുള്ള വണ്ടികൾ കുറച്ചുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. അതെ, ഓക്കെ. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും 1 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള വണ്ടികളുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മുടെ ബ്രോസ്കാർസ് ഇൻസ്റ്റ പേജിൽ എല്ലാ വണ്ടികളും ഉണ്ട്. ഡീറ്റെയിൽ കിട്ടും അല്ലേ? ഡീറ്റെയിൽ കിട്ടും. ജസ്റ്റ് ബ്രോസ്കാർസ് ഫോളോ ചെയ്യുക, അതിനകത്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, വിളിച്ചാൽ അവരെയും കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒന്ന് കമൻസ് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ, ഇത്രയും നാൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ഹുസൈൻ കാർ, താങ്ക് യു, ബൈ.